ഉയർന്ന മേഖലകളിൽ ലോക്ക്ഡൌൺ വേണമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പോസിറ്റിവിറ്റി നിരക്ക് 15% മുകളിലുള്ള ജില്ലകളിൽ ലോക്ക്ഡൌൺ ആക്കാം. 150ഓളം ജില്ലകളിലാണ് പോസിറ്റിവിറ്റി നിരക്ക് 15% മുകളിലുള്ളത്. കേരളത്തിൽ പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൊഴികെ മറ്റെല്ലായിടത്തും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15%-ലധികമാണ്. കോട്ടയത്ത് 30% മുകളിലാണ്. അതേസമയം കോവിഡ് വ്യാപനം സംബന്ധിച്ചും വാക്സിൻ വാങ്ങുന്നതും സംബന്ധിച്ചും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ വാക്സിൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും. കൂടുതൽ വാക്സിൻ ലഭിച്ചാൽ മാത്രമേ ശനിയാഴ്ച കുത്തിവയ്പ് തുടങ്ങാനാവൂ. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതികൾ ചേരുന്നു. ആദ്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട ആതിര സുധാകരനാണ് ചേരുന്നത്. ആതിര, എങ്ങനെയാണ് ആരോഗ്യ മന്ത്രാലയത്തിന് നിർദ്ദേശം വരുന്നത്? 15% മുകളിലുള്ള ജില്ലകൾ അടയ്ക്കണം എന്ന നിർദ്ദേശമടക്കം. ഗോപി, രാജ്യത്ത് 15% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉള്ള ജില്ലകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ എന്ന ഒരു നിർദ്ദേശമാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഉയർന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നടക്കുകയാണ്. രാജ്യത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 3 ലക്ഷം കടക്കുന്ന സാഹചര്യത്തിലാണ് ഈ കോവിഡ് വ്യാപനത്തെ, അതിതീവ്ര വ്യാപനത്തെ പിടിച്ചുകെട്ടാൻ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കേണ്ടി വരും എന്ന ഒരു സൂചന ഉന്നതതല യോഗത്തിൽ ഉയർന്നിട്ടുള്ളത്. രാജ്യത്ത് മറ്റൊരു പ്രതിസന്ധി ഇപ്പോൾ ഓക്സിജൻ ആയിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡൽഹിയിലെ സ്ഥിതി കണ്ടതാണ്. അവിടെ ഓക്സിജൻ ലഭിക്കാതെ രോഗികൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ഒരു തരത്തിൽ ഒരു ആശ്വാസം ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ട്. കൂടുതൽ ഓക്സിജൻ സൗകര്യങ്ങൾ ഡൽഹിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ നിർമ്മാണം ദിവസവും 5700 മെട്രിക് ടണ്ണിൽ നിന്നും 8922 മെട്രിക് ടൺ ഉയർത്താനും ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 32.72 ആണ്. തുടർച്ചയായ 6ാം ദിവസം 300 പേരാണ് പ്രതിദിനം ഇവിടെ കോവിഡ് ബാധിച്ച് മരിക്കുന്നത്. ഇവിടേക്ക് കൂടുതൽ ഓക്സിജനുമായിട്ട് റായ്ഗഡിൽ നിന്നും ഓക്സിജനുമായിട്ടുള്ള പ്രത്യേക ട്രെയിൻ എത്തിയിരുന്നു. അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനവും എത്തിയത് ഡൽഹിക്ക് പ്രത്യേക ആശ്വാസം നൽകിയിട്ടുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് സഹായവുമായി മുന്നോട്ട് വന്നിരുന്നു. പ്രതിദിനം 2000 രോഗികൾക്ക് സൗജന്യമായി 5 ദിവസത്തെ ആവശ്യമായ ഓക്സിജനും വെന്റിലേറ്ററും ഒക്കെ ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കാമെന്ന് ഫ്രാൻസ് അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇത്തരത്തിൽ വാക്സിൻ നിർമ്മാണത്തിലടക്കം ഇന്ത്യയെ സഹായിക്കാമെന്ന് അമേരിക്കയും അറിയിച്ചിട്ടുണ്ട്. ഭൂട്ടാനിൽ നിന്ന് 40 മെട്രിക് ടൺ ഓക്സിജൻ ഇന്ത്യയിലേക്ക് എത്തിക്കും. തായ്ലൻഡിൽ നിന്നും 18 കണ്ടെയ്നറുമായുള്ള വ്യോമസേന വിമാനങ്ങൾ ഇന്നലെ ഡൽഹിയിൽ എത്തിയിരുന്നു. UK-യിൽ നിന്നും വെന്റിലേറ്റർ അടക്കമുള്ള സൗകര്യങ്ങൾ ഇന്നലെ ഡൽഹിയിൽ എത്തിച്ചിരുന്നു. അത്തരത്തിൽ ഡൽഹിയിലെ ഒരു സാഹചര്യം ഇപ്പോൾ ഏകദേശം ഒരു ആശ്വാസത്തിന്റെ വക്കിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഡൽഹിയുടെ അവസ്ഥ പൂർണ്ണമായിട്ടും 32% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉണ്ട്. അവിടെയുള്ള ആശുപത്രികളെല്ലാം നിറഞ്ഞിരിക്കുകയാണ് രോഗികളെ കൊണ്ട്. കൂടുതൽ മരുന്നുകളും ചികിത്സാ സൗകര്യങ്ങളും ഇപ്പോഴും ഡൽഹിയിലേക്ക് എത്തിക്കേണ്ട ആവശ്യം തന്നെയുണ്ട്. രാജ്യത്ത് അല്പസമയത്തിനകം ഔദ്യോഗിക കോവിഡ് കണക്കുകൾ പുറത്തുവരും. കഴിഞ്ഞ തുടർച്ചയായിട്ട് 6ാം ദിവസവും 3 ലക്ഷത്തിലധികം പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആകെ മരണം 2 ലക്ഷത്തിനടുത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ 33,000-ലധികം കേസുകളാണ് ഇന്നലെ മാത്രമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കോവിഡ് വ്യാപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നതും 15% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉള്ള ജില്ലകളിൽ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌൺ എന്ന രീതിയിലേക്ക് മാറണമെന്ന ഒരു നിർദ്ദേശം യോഗത്തിൽ ഉയരുകയും ചെയ്തത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ കൂടി ചേരുന്നു. ഉമേഷ്, 15% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉള്ള ഇടങ്ങൾ അടയ്ക്കണം എന്ന നിർദ്ദേശങ്ങളൊക്കെയാണ് കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ ആലോചനയിലുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകൾ അതീവ ജാഗ്രത വേണ്ട ഇടം. അതിൽ കോട്ടയമാണെങ്കിൽ പോസിറ്റിവിറ്റി 30% മുകളിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നു. കോട്ടയത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വകഭേദം കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് കേരളത്തിൻ്റെ സാഹചര്യം? തീർച്ചയായും പറഞ്ഞത് തന്നെയാണ്. അതായത് കേരളത്തിൽ കൊല്ലവും പത്തനംതിട്ടയും, ഇതിൽ കൊല്ലത്തും ആശ്വാസം നൽകുന്ന കണക്കല്ല. കൊല്ലത്ത് 14.6 ഉണ്ട്. 15-ന് താഴെ എന്നുള്ള കണക്കിന് വളരെ നേരിയ വ്യത്യാസം, 0.4% മാത്രമേ കൊല്ലത്ത് ഈ 15 എന്നുള്ള സംഖ്യയിലെത്താൻ ഒരു കുറവുള്ളൂ. പത്തനംതിട്ടയിൽ 8.63 മാത്രമേ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉള്ളൂ. ബാക്കി എല്ലാ ജില്ലകളിലും 15-ന് അല്ലെങ്കിൽ 20-ന് മുകളിൽ എത്താത്ത മറ്റൊരു ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം മാത്രമാണ്. തിരുവനന്തപുരത്ത് 17.49 ബാക്കി എല്ലാ ജില്ലകളിലും 20-ന് മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ 15-ന് മുകളിലുള്ള ജില്ലകൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15-ന്
മുകളിലുള്ള ജില്ലകൾ അടയ്ക്കണമെങ്കിൽ സംസ്ഥാനത്ത് കൊല്ലവും പത്തനംതിട്ടയും ഒഴികെയുള്ള എല്ലാ ജില്ലകളും അടയ്ക്കേണ്ടി വരും. സ്വാഭാവികമായി കൊല്ലത്ത് ഈ സ്ഥിതിയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അതും 15-ന് മുകളിൽ എത്താനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ട ഒഴികെയുള്ള 13 ജില്ലകളും അടയ്ക്കേണ്ട സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ജനിതകമാറ്റം വന്ന വൈറസ് കാണാത്ത ഒരു ജില്ല പത്തനംതിട്ട ജില്ലയായിരുന്നു. അതുപോലെ ഇന്ത്യൻ വകഭേദം ഏറ്റവും കൂടുതൽ കണ്ട ജില്ല കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30-ന് മുകളിലാണ്. 100 പേരെ പരിശോധിക്കുമ്പോൾ 30 പേര് പോസിറ്റീവ് ആവുന്ന സാഹചര്യമാണ് കോട്ടയം ജില്ലയിലുള്ളത്. ഇത്തരത്തിൽ ഈ ജനിതകമാറ്റം വന്ന വൈറസിന്റെ വകഭേദം ഏറ്റവും കൂടുതലുള്ള ജില്ലകളിലെല്ലാം അവിടുത്തെ കോവിഡ് വ്യാപനവും രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിനുദാഹരണം തന്നെയാണ് ഈ കോട്ടയത്തെയും കോഴിക്കോട്ടത്തെയും മലപ്പുറത്തെയും എല്ലാം കണക്ക്. എവിടെയെല്ലാം കോഴിക്കോടും 26.68, മലപ്പുറത്ത് 27, ഈ രീതിയിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ ഉയർച്ച. ഇന്നലെ സംസ്ഥാനത്ത് ആകെ എടുത്താൽ പോലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23-ന് മുകളിലെത്തിയിരുന്നു. ഇത്തരത്തിൽ ഗുരുതരമായ സാഹചര്യം സംസ്ഥാനത്ത് തുടരുക തന്നെയാണ്. ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു നിൽക്കുന്നത് കാണിക്കുന്ന വരും ദിവസങ്ങളിൽ ഇന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കേസ് നാളെ ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 32,000-ന് മുകളിൽ ഇന്ന് സംസ്ഥാനത്തിൻ്റെ കോവിഡ് കേസുകളുടെ എണ്ണം ഉയർന്നാലും ആശ്ചര്യപ്പെടാനില്ല. എന്തായാലും അത്തരത്തിൽ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്തുള്ളത്. അത്തരത്തിൽ മുന്നറിയിപ്പുകൾ തന്നെയാണ് കേന്ദ്രവും നൽകുന്നത്. നമ്മുടെ വാക്സിന്റെ സാഹചര്യം കൂടി ഇപ്പോൾ എങ്ങനെയാണ്? അത് ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധിയാണോ? പുതിയ ബാച്ച് എപ്പോഴാണ് എത്തുന്നത്? നിലവിൽ എവിടേക്കാണ്, ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നത്? എപ്പോഴാണ് കൃത്യമായി ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്താൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നത്? ശനിയാഴ്ചയോടുകൂടി വാക്സിൻ വിതരണം പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് നിലവിലെ അവസ്ഥ? കഴിഞ്ഞ 3 ദിവസമായി ആവശ്യപ്പെട്ട ശേഷമാണ് ഇന്നലെ രാത്രിയോട് കൂടി 2,20,000 ഡോസ് വാക്സിൻ സംസ്ഥാനത്ത് എത്തിയത്. തിരുവനന്തപുരത്താണ് എത്തിയത്. തിരുവനന്തപുരത്ത് എത്തിയ വാക്സിൻ മറ്റ് റീജിയണൽ സ്റ്റോറുകളിലേക്ക്, അതായത് കോഴിക്കോട്, തിരുവനന്തപുരം റീജിയണൽ സ്റ്റോറുകളിലേക്ക് താൽക്കാലികമായി തിരുവനന്തപുരത്ത് നിന്ന് എത്തിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ആ രീതിയിൽ 2,20,000 ഡോസിൽ നിന്ന് ഒരു വിഹിതം എറണാകുളത്തും ഒരു വിഹിതം കോഴിക്കോടേക്കും എത്തിക്കും. എന്തായാലും അത് 2 ദിവസത്തേക്ക്, നാളെയും മറ്റന്നാളും നൽകാനുള്ള വാക്സിൻ മാത്രമേ ആകുന്നുള്ളൂ. അതിനുശേഷം കൂടുതൽ വാക്സിൻ കേന്ദ്രം അനുവദിക്കാതെ സംസ്ഥാനത്തെ വാക്സിൻ വിതരണം പൂർവ്വ നിലയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി 18 വയസ്സിന് മുകളിലുള്ളവരുടെ രജിസ്ട്രേഷൻ ഓപ്പണാക്കി നൽകുകയാണ്. ഓപ്പണാക്കി നൽകുന്നതിൽ സ്ലോട്ട് നിശ്ചയിക്കാൻ മാത്രമേ സംസ്ഥാന സർക്കാരിന് ഈ കോവിൻ പോർട്ടലിൽ അവകാശമുള്ളൂ. ഓപ്പണാക്കി നൽകുന്നതിൻ്റെ പൂർണ്ണമായ ചുമതല കേന്ദ്രത്തിന് തന്നെയാണ്. ആ സ്ലോട്ട് മാത്രം, ഏത് സ്ലോട്ടിൽ അല്ലെങ്കിൽ ഏത് ആശുപത്രികളുടെ സ്ലോട്ടുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തിന് നിശ്ചയിക്കാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് മുതൽ 18 വയസ്സിന് മുകളിലുള്ളവരുടെയും രജിസ്ട്രേഷൻ ആരംഭിക്കും. എന്തായാലും അവർക്ക് ഉടൻ വാക്സിൻ നൽകി തുടങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് സർക്കാർ പണം നൽകി വാങ്ങി വാക്സിൻ വിതരണം നടത്തേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അതിനൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്നൊരു നിർണായക മന്ത്രിസഭാ യോഗം ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് ഈ കാവൽ മന്ത്രിസഭയാണെങ്കിൽ പോലും അവസാന മന്ത്രിസഭാ യോഗമാണ്. വാക്സിൻ വില നൽകി വാങ്ങുന്നതിനുള്ള സെക്രട്ടറി തല യോഗം ചേർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട അവസാന അനുമതി ഒരുപക്ഷെ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ നൽകും. ഇതുകൂടാതെ ഓരോ ജില്ലകൾക്കും മന്ത്രിമാരെ ചുമതലപ്പെടുത്തും. ഓരോ ജില്ലകളിൽ, പ്രത്യേകിച്ച് കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്ന ജില്ലകളിൽ ഓരോ മന്ത്രിക്കും ചുമതല നൽകി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഇതുവരെയുള്ള ധാരണ. അതായിരിക്കും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകാൻ പോകുന്നതും. ഗോപി, ശരി. കണക്ക് കൂട്ടലുകൾക്കപ്പുറം സംസ്ഥാനത്ത് കോവിഡ് രോഗബാധ കുതിച്ചുയരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ 5000-ലേറെ പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളത്തും സ്ഥിതി ഗുരുതരമായി തുടരുന്നു. ജനിതകമാറ്റം വന്ന വൈറസിന്റെ സാന്നിധ്യം രോഗവ്യാപന സാധ്യത കൂട്ടുന്നതിനൊപ്പം മരണനിരക്ക് ഉയരുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത്. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം കൊച്ചിയിൽ നിന്നും സിജോ ബി ജോൺ. സിജോ, കൊച്ചിയിലെ സാഹചര്യം സങ്കീർണമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ കണക്കുകൾ വെച്ച് നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും പറയുന്നു. കൊച്ചിയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ 15-ന് മുകളിലുള്ള ഇടങ്ങളിലൊന്ന്. എങ്ങനെയൊക്കെയാണ് നിലവിലെ നിയന്ത്രണങ്ങൾ? നിലവിലെ വാക്സിൻ സംവിധാനങ്ങൾ എന്താണ്? ജില്ലാ ഭരണകൂടം ഇനി അങ്ങോട്ട് ആലോചിക്കുന്നത് എന്തൊക്കെയാണ്? മനസ്സിലാക്കുന്നതനുസരിച്ച്. ഗോപി, എറണാകുളം ജില്ലയിൽ നിലവിൽ ഈ വാക്സിനുകളുടെ സ്റ്റോക്കില്ല. അതുകൊണ്ട് ഇന്നും നാളെയും വാക്സിൻ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അടിയന്തരമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇന്നലെ എത്തിയ വാക്സിനുകളിൽ 20,000 വാക്സിനുകൾ ഇന്ന് തന്നെ എറണാകുളത്ത് എത്തിക്കാനാണ് തീരുമാനം. ഇന്ന് വൈകിട്ടത്തോടെ ഈ വാക്സിൻ എത്തിക്കും. നാളെയായി
ഈ ഹോസ്പിറ്റലുകളിലേക്ക് ഇത് വിതരണം ചെയ്യുകയും ചെയ്യും. മറ്റന്നാൾ മുതൽ എറണാകുളം ജില്ലയിലെ വാക്സിൻ വിതരണം പുനരാരംഭിക്കാനും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വാക്സിൻ നൽകുന്നതിൽ രണ്ടാം ഡോസ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന വാക്സിൻ നൽകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യ ഡോസ് സ്വീകരിക്കുന്ന ആളുകൾക്ക് വാക്സിൻ ഇപ്പോഴത്തെ സ്റ്റോക്കിൽ നിന്ന് കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷൻ ഉണ്ടാകുകയും ചെയ്യില്ല. രണ്ടാം ഡോസ് വാക്സിൻ സ്വീകരിക്കാൻ വരുന്നവർ നേരത്തെ ഏത് ഹോസ്പിറ്റലിൽ നിന്ന് സ്വീകരിച്ചോ അവിടെ പോയി ഈ രണ്ടാം ഡോസ് വാക്സിൻ എടുക്കാമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 20,000 മുതൽ 25,000 ഡോസ് ഒരു ദിവസം എറണാകുളം ജില്ലയിൽ വിതരണം ചെയ്തിരുന്നതാണ്. പക്ഷേ വാക്സിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ 10,000, അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് മുൻപത്തെ ദിവസവും 10,000, അങ്ങനെ 2 ദിവസങ്ങളിലായി 20,000 ഡോസാണ് വിതരണം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡോസ് വാക്സിൻ വിതരണ കേന്ദ്രങ്ങളുടെ എണ്ണവും വളരെയധികം കുറച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ കൂടുതൽ സ്റ്റോക്ക് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് എത്തിച്ച് ഇതിൻ്റെ വാക്സിൻ്റെ ക്ഷാമം പരിഹരിക്കാനുള്ള നടപടികളാണ് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജില്ലയിൽ നിയന്ത്രണങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഷോപ്പുകളും അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല കേസുകളുടെ എണ്ണം വർദ്ധിച്ച് വരുന്ന സാഹചര്യത്തിൽ ഈ ബെഡുകളുടെ ഹോസ്പിറ്റലുകളിലെ ബെഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. യെസ്, കോഴിക്കോട് നിന്നും സനോജ് കൊടുത്തിരുന്നു. സനോജ്, ഒറ്റ ദിവസം 5,000-ന് മുകളിൽ അതിസങ്കീർണമായ സാഹചര്യം. എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ, എങ്ങനെയാണ് ഈ ആരോഗ്യ സംവിധാനങ്ങൾ? ഇത്രമാത്രം രോഗികളാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത്. മറ്റു വിവരങ്ങൾ അതൊക്കെയാണ്. ഗോപി, വളരെ പെട്ടെന്നാണ് കോഴിക്കോട് ജില്ലയിലെ കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയർന്നത്. 4,000-ന് താഴെയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ എങ്കിൽ ഇന്നലെ അത് ഒറ്റ ദിവസം കൊണ്ട് 5,000-ന് മുകളിലേക്ക് എത്തി. അതായത് ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് 26.68 ആയിരുന്നു ഇന്നലത്തേത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 25-ന് മുകളിലാണ് ടെസ്റ്റ് പോസിറ്റീവ് നിരക്കുള്ളത്. അതിനേക്കാൾ സങ്കീർണമായ അവസ്ഥയുള്ളത് ചില തദ്ദേശ സ്ഥാപനങ്ങളിലാണ്. അവിടങ്ങളിൽ 30% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. പ്രധാനമായും 10 തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുണ്ട്. അതെല്ലാം ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ഇന്നു മുതൽ അതിശക്തമായ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും ഒളവണ്ണ, വേളം, പെരുവയൽ, ചേമഞ്ചേരി, കള്ളുണ്ടി, മാവൂർ, ഫറോക്ക്, പനങ്ങാട്, ഉള്ളിയേരി, കക്കോടി എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് 30% മുകളിൽ ടെസ്റ്റ് പോസിറ്റീവ് നിരക്കുള്ളത്. അവിടെ അതിശക്തമായ നിയന്ത്രണം ഇന്നു മുതൽ തുടരും. എന്തായാലും 50,000 രോഗികൾ, തീവ്ര രോഗികൾ ഉണ്ടെങ്കിൽ അവരെ പരിചരിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ജില്ലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആംബുലൻസ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ പുതിയതായി ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ജില്ലയിലെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഒപ്പം തന്നെ വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും നാളെയും വാക്സിൻ വിതരണമില്ല. തിരുവനന്തപുരത്ത് നിലവിൽ 2,20,000 ഡോസ് വാക്സിൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഇതിൻ്റെ 15,000 ഡോസ് വാക്സിൻ കോഴിക്കോട് ജില്ലയ്ക്ക് ലഭിക്കും. അത് ഇന്ന് എത്തി നാളെ വാക്സിൻ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കൃത്യമായ സമയം, അതായത് വെള്ളിയാഴ്ച വാക്സിൻ വിതരണം ആരംഭിക്കാനാണ് ജില്ലാ ഭരണകൂടം കരുതുന്നത്. എന്തായാലും വാക്സിൻ ക്ഷാമം സംസ്ഥാനത്ത് മുഴുവൻ അനുഭവപ്പെടുന്നത് പോലെ തന്നെ ജില്ലയിലും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി കുതിച്ചുയരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ശക്തമായ നിയന്ത്രണം തുടരുവാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും തീരുമാനം. ഗോപി, ശരി. തൃശൂർ കൊടകരയിൽ ദേശീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിയെടുത്ത കേസിൽ പ്രതികൾക്ക് അന്തർ സംസ്ഥാന ബന്ധമെന്ന പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പരാതിയിൽ പറയുന്ന 25 ലക്ഷത്തേക്കാൾ കൂടുതൽ തുക ഉണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. പണം ആരുടേതാണെന്നും എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ചും പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഒരു ദേശീയ പാർട്ടിയുടെ ഫണ്ട് തൃശൂർ കൊടകരയിൽ തട്ടിയെടുത്ത സംഭവത്തിൽ രാഷ്ട്രീയ ബന്ധം വ്യക്തമാക്കാതെയാണ് അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട്. സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യമാണ് നടന്നതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രാഥമിക വിവരമനുസരിച്ച് കിട്ടിയ തുകയേക്കാൾ കൂടുതൽ തുകയുണ്ട്. എന്നാൽ പണം ആർക്ക് വേണ്ടിയാണ് കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമില്ല. കേസിൽ കൃത്യമായ ധാരണ പോലീസിനുണ്ടെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. പണം എങ്ങനെ വന്നു എന്നത് സംബന്ധിച്ച് വിവരം പോലീസിന് കിട്ടി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്താത്തത് എന്താണെന്നറിയില്ല. അന്വേഷണം കൂടുതൽ ഊർജിതമാക്കും. പോലീസിന് അത് സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എങ്ങനെ വന്ന പണമാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് അതിപ്പോൾ വെളിപ്പെടുത്താത്തതെന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ പൊളൈറ്റായിട്ട് പറഞ്ഞതാണോ എന്നതും എനിക്കറിയില്ല. ഏതായാലും അത് സംബന്ധിച്ച് നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണങ്ങൾ നീങ്ങുന്നത്. കൂടുതൽ ഗൗരവമായ അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്യും. കേസിൽ കൂടുതൽ വ്യക്തതയ്ക്കായി പരാതിക്കാരനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 25 ലക്ഷം രൂപയുടെ രേഖ ഹാജരാക്കാനും പരാതിക്കാരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ആകെ 10 പ്രതികൾ. ഒന്നാം പ്രതി അലി ഉൾപ്പെടെ 3 പേരെ പിടികൂടാനുണ്ട്. അറസ്റ്റിലായ 7 പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തൃശൂർ. നേതൃപദവികൾ തീരുമാനിച്ചതിന് പിന്നാലെ കേരള കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. അതിർത്തി പരസ്യമാക്കിയ ഫ്രാൻസിസ് ജോർജിനെ അനുനയിപ്പിക്കാൻ നേതൃത്വം ശ്രമം തുടങ്ങി. ഇതാദ്യമായാണ് ജോസഫ് വിഭാഗത്തിൽ പരസ്യമായ പ്രതിഷേധം. LDF-ൽ നിന്ന് ഫ്രാൻസിസ് ജോർജ് തിരിച്ചെത്തിയത് മുതൽ ജോസഫ് വിഭാഗത്തിൽ ഭിന്നത പ്രകടമായിരുന്നു. പാർട്ടിയിലെ 2 സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു ഫ്രാൻസിസ് ജോർജും മോൻസ് ജോസഫും തമ്മിൽ പിടിവലി. PJ ജോസഫ് കഴിഞ്ഞാൽ പാർട്ടിയിലെ പ്രബലൻ മോൻസ് ആണെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതാണ്ട് വ്യക്തമായിരുന്നു. PJ ജോസഫ് കോവിഡ് ബാധിതനായി ചികിത്സയിലിരുന്നപ്പോൾ പ്രധാന ചുമതലകൾ നിർവഹിച്ചിരുന്നത് മോൻസ് ജോസഫാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലടക്കം വേണ്ടത്ര പരിഗണന കിട്ടിയില്ലെന്നും ഫ്രാൻസിസ് ജോർജിന് പരാതിയുണ്ട്. അന്നു മുതലുള്ള അതൃപ്തിയാണ് അദ്ദേഹം പരസ്യമാക്കിയത്. ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ലെന്നാണ് ഫ്രാൻസിസ് ജോർജിന്റെ നിലപാട്. ഭാരവാഹിത്വം സംബന്ധിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ ആ രീതിയിൽ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ കഴിയില്ലായിരിക്കാം. എന്തുമായിക്കോട്ടെ, എനിക്കതേക്കുറിച്ച് പരാതിയോ പരിഭവമൊന്നുമില്ല. പക്ഷെ ഞാനൊരു സ്ഥാനവും PC തോമസുമായുള്ള ലയനത്തിന് ശേഷം ചില ക്രമീകരണങ്ങൾ ചെയ്യേണ്ടി വന്നെന്നും പ്രശ്നങ്ങൾ സാവകാശം പരിഹരിക്കുമെന്നുമാണ് PJ ജോസഫ് പറയുന്നത്. എല്ലാവരുമായിട്ടും കൂടിയാലോചന നടത്തി. അപ്പം ഈ ഒരു പുതിയ ക്രമീകരണത്തിൽ കുറച്ച് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് പറയുമ്പോഴും ഉൾപാർട്ടി തർക്കം പരിഹരിക്കുക PJ ജോസഫിന് എളുപ്പമാകില്ല. പദവികൾ ലഭിക്കാത്ത പലരും ഫ്രാൻസിസ് ജോർജിനൊപ്പം ചേർന്ന് കലാപക്കൊടി ഉയർത്താനുള്ള സാധ്യതയും തള്ളാനാകില്ല. ന്യൂസ് 18 ഇടുക്കി. തെരഞ്ഞെടുപ്പ് ദിവസം EMCC MD ഷിജു വർഗീസിന്റെ കാർ ആക്രമിച്ച സംഭവം വഴിത്തിരിവിലേക്ക്. ഷിജു വർഗീസിനും സംഭവത്തിൽ പങ്കെന്ന സൂചന. 4 പേർ ഉൾപ്പെട്ട സംഘമാണ് ആക്രമണ നടത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശിയ കൊട്ടേഷൻ സംഘം പിടിയിലായി. ആക്രമണത്തിന് ശേഷം സംഘം രക്ഷപ്പെട്ട കറുത്ത കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം ഇടപാട് കേസിൽ സന്ദീപ് നായരും സരിത്തും നൽകിയ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. ഗൗരവമായ തെളിവുകൾ ED കണ്ടെത്തിയിട്ടില്ലെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഇരുവരും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ നേരത്തെ ജാമ്യം നിഷേധിച്ച അതേ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ജാമ്യാപേക്ഷ തള്ളണം എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ M ശിവശങ്കറിനും സ്വപ്നയ്ക്കും കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട കാസർഗോഡ് സ്വദേശികൾ ഉൾപ്പെടെ 7 പേരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗളൂരുവിലും ഹൊസങ്കടിയിലും നടന്ന തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ടാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 22-ന് മംഗളൂരു KC റോഡിൽ വെച്ച് മഞ്ചേശ്വരം സ്വദേശിയായ അഹമ്മദ് അഷ്റഫിനെയാണ് ആദ്യം തട്ടിക്കൊണ്ടുപോയത്. പിന്നാലെ ഹൊസങ്കടയിൽ വെച്ച് അഷ്റഫിന്റെ സുഹൃത്ത് ജാവേദിനെയും ബലമായി പിടിച്ചുകൊണ്ടുപോയി. 2 പേരെയും വിട്ടുകിട്ടാനായി ഭൂമിയും പണവും ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെങ്കിലും 2 ദിവസം കഴിഞ്ഞ് ഇരുവരെയും രക്ഷപ്പെടുത്തി. സംഭവം സംബന്ധിച്ച അന്വേഷണത്തിലാണ് മഞ്ചേശ്വരം, ഉപ്പള, കാസർഗോഡ് സ്വദേശികളായ 6 പേരുൾപ്പെടെ 7 പേരെ ഉള്ളാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 3 കാറുകളും മൊബൈൽ ഫോണുകളും ആയുധങ്ങളും പിടികൂടിയിട്ടുണ്ട്. ഊഹക്കച്ചവടവും മറ്റ് പണമിടപാടുകളുമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചു. അറസ്റ്റിലായവർ കൊലപാതകവും കവർച്ചയും അടക്കമുള്ള കേസുകളിൽ നേരത്തെ പ്രതികളാണ്. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഇരട്ടി സീറ്റുകൾ LDF നേടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. പൊന്നാനി, തവനൂർ, താനൂർ, നിലമ്പൂർ സീറ്റുകൾക്കൊപ്പം 4 സീറ്റുകളിലാണ് പ്രതീക്ഷ. മങ്കട, പെരിന്തൽമണ്ണ, തിരൂരങ്ങാടി, തിരൂർ എന്നീ മണ്ഡലം കൂടി ഇത്തവണ LDFന് ലഭിക്കും. മലപ്പുറം പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിലും LDF നേട്ടമുണ്ടാക്കുമെന്നും EN മോഹൻദാസ് ന്യൂസ് 18 പറഞ്ഞു. നമ്മോടൊപ്പം CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ആണ് ചേരുന്നത്. കഴിഞ്ഞ തവണ 4 സീറ്റുകളായിരുന്നു. ഇത്തവണ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുവെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് ഏറ്റവും അവസാനം കണക്കുകളെല്ലാം വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വളരെ മികച്ച മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ LDF മലപ്പുറം ജില്ലയിൽ കാഴ്ചവെക്കും. സീറ്റും അതുപോലെ തന്നെ വോട്ട് ഷെയറും നല്ല തോതിൽ വർദ്ധിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുമെന്നാണ് ഞങ്ങൾ താഴെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരം വിലയിരുത്തിയപ്പോൾ ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ള നിഗമനം. എത്ര സീറ്റുകൾ അധികമായിട്ട് നേടാം? നിലവിൽ 4 സീറ്റാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ വളരെ തുച്ഛ വോട്ടിനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഇക്കുറി 8 സീറ്റ് എങ്കിലും ചുരുങ്ങിയത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഏതെല്ലാം സീറ്റുകളാണ് പ്രതീക്ഷ? നിലവിലുള്ള 4 നിലനിർത്തും.
അതിന് പുറമെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ വോട്ടിന് നഷ്ടപ്പെട്ട പെരിന്തൽമണ്ണ, മങ്കട, അതുപോലെ തന്നെ പിന്നെ തിരങ്ങാടി, തിരൂര് തുടങ്ങിയിട്ടുള്ള സീറ്റുകൾ, അല്ലാത്ത സീറ്റുകളും ഇപ്പോൾ കുണ്ടൂട്ടിയൊക്കെ നല്ല വിജയസാധ്യതയാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. കൊല്ലം ശങ്കരമംഗലത്തു നിന്നുള്ള അത്ഭുതകരമായ രക്ഷപ്പെടലുള്ള ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. സംഭവം നടന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ്. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. In association with അക്ഷണത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണില്ല. ആദാമിന്റെ ചായക്കട.